ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീശിയടിക്കാതെ എങ്ങനെ സോഫ്റ്റായിട്ട് പൊറോട്ട തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്. നല്ല ലെയറുള്ള പൊറോട്ടയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ വീശിയടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിനായിട്ട് 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം മൈദ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലും ഇതുപോലത്തെ പൊറോട്ട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 3 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു മുട്ടയാണ്. അത് മാവിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട മതിയാവും. ഇനി നമുക്കിതിലേക്ക് കറക്റ്റ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കറക്റ്റ് അല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം കുറച്ച് എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കുന്നത്. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പരുവമുണ്ട്, ആ പരുവം കിട്ടിയാൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് കയ്യിൽ എണ്ണ തടവി കൊടുക്കുക. തറയിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തറയിലും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പൊറോട്ട മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബോളിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിത് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഒരു നല്ല പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ടോ ഇതൊന്ന് കവർ ചെയ്യാം. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്കിത് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് നമുക്കിതുപോലെ ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. സാധാരണ പൊറോട്ട നമ്മൾ ഉരുട്ടിയെടുക്കുന്നത് ഈ മോഡലിലല്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന പൊറോട്ട നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ആണ് നമ്മൾ സാധാരണ പൊറോട്ട ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എളുപ്പമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഉരുട്ടിയെടുക്കുന്നത് പോലെ ഉരുട്ടിയെടുത്താലും മതി. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളകളാക്കി ഇതെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്കത് പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയും എണ്ണയുമാണ് ആവശ്യമുള്ളത്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വളരെ ഈസിയാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേ ഷേപ്പിലേക്ക് നമുക്ക് വേറെ ഒന്നുകൂടി പരത്തിയെടുക്കാം. നമ്മൾ വീശി അടിച്ച് അത് കീറിപ്പോയി പിന്നെ അത് ശരിയാവാതെ വരിക അങ്ങനെയൊന്നുമില്ല. ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ആദ്യം പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മൾ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദമാവ് തൂറ്റി കൊടുക്കുക. ഇനി നമ്മൾ രണ്ടാമത് പരത്തി വെച്ചിരിക്കുന്ന മാവെടുത്ത് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുമാതിരി നമുക്കൊരു 4 ലെയർ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ എണ്ണ തടവി കൊടുക്കുക, കുറച്ച് മൈദപ്പൊടി തട്ടി കൊടുക്കുക. ഇനി അത് അടുത്തത് പരത്തിയതിന് ശേഷം നമുക്കിതുപോലെ അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 4 ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിനെ മുഴുവനായിട്ടൊന്ന് പരത്തണം. അപ്പോൾ ഇതുപോലെ 4 ലെയർ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം.
ഇപ്പം ഞാൻ 4ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എണ്ണ തടവിയതിന് ശേഷം മൈദ തട്ടി കൊടുക്കുക. 4ാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ടും താഴെയായിട്ടും മൈദ തട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ലെയർ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാൻ എളുപ്പമാണ്. നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. മാക്സിമം തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ കണ്ടോ, നല്ല പോലെ ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മാറ്റി വെക്കാം. ഇതുപോലെ ക്രോസ് ചെയ്ത് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈകൊണ്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ കൈകൊണ്ട് പരത്തിയെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തുന്നത് വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമുക്ക് നല്ല ചൂടായി വന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് 2, 3 ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പൊറോട്ട കഴിക്കാനായിട്ട്. 2 സൈഡും നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് കൈകൊണ്ട് അടിച്ചു കൊടുക്കാം. അപ്പോഴേ നമ്മുടെ ലെയർ കറക്റ്റായിട്ടൊന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ചൂടോടുകൂടി ഇതൊന്ന് അടിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം പൊറോട്ടയുടെ ആ ഒരു ലെയറും ആ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ട്. നമ്മുടെ മാവ് കറക്റ്റ് പരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ലെയർ പൊറോട്ട നമുക്ക് വീശിയടിക്കാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക.